എനിക്കും എന്റെ സംഘത്തിനും 5 നിമിഷം. ചേട്ടാ എന്താ ചായ ഇങ്ങ തന്നെ എന്ത് പറ്റി? പൊള്ളിപ്പോയി. അതെ, ഇഷ്ടപ്പെട്ടു. ഒന്നുകൂടി കിട്ടിയിരുന്നെങ്കിൽ. എന്താ? ചായ. അതല്ല, പിന്നെ എന്നെ ഇഷ്ടമായോന്ന്. അയ്യോ, നിന്നെനിക്ക് ഭയങ്കര. ചേട്ടൻ എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പിന്നെ പെണ്ണെ, ഞാൻ ചായ കുടിക്കുമ്പോ നിങ്ങളുടെ പട്ടി എന്നെ തുറച്ചു നോക്കുന്നത്. അത് പിന്നെ അവന്റെ പാത്രത്തിൽ ചായ കുടിച്ചാ അവൻ ചേട്ടനെ നോക്കാതിരിക്കുവോ? അല്ല പെണ്ണെ, നിനക്കെന്താ പണി? തയ്യലാ. പോക്കറ്റ് അടിക്കോ? പോക്കറ്റ് മാത്രല്ല, കയ്യും വെട്ടും കഴുത്തും വെട്ടും. ചേട്ടന്റെ അല്ല, തുണിയുടെ. ഞാൻ പേടിച്ചു പോയി. പെണ്ണെ, നിനക്ക് എന്നെ ഇഷ്ടമാണ്. ചേട്ടനൊരു പുസ്തകമായിരുന്നെങ്കിൽ ഞാൻ എന്റെ മാറോട് ചേർത്ത് പിടിച്ചേനെ. നീയൊരു ഡയറി ആയിരുന്നെങ്കിൽ 1 വർഷം കഴിയുമ്പോ നിന്നെ എനിക്ക് മാറ്റാമായിരുന്നു. ചേട്ടാ, എന്താ? ചേട്ടനൊരു കരിമ്പായിരുന്നെങ്കിൽ എനിക്ക് ചവച്ചരച്ച് തുപ്പാമായിരുന്നു. കൊള്ളാലോ. അതൊക്കെ പോട്ടെ. പെണ്ണെ, എന്റെ കൂടെ താമസിക്കാൻ ടൂറ് പോകാം പെൺകൊടി. ഊട്ടി വഴി കേട്ടടിക്കൊരു കൂട്ടുവരൂ പെൺകൊടി. മുംബൈ കാണാടി, പുറകെ താജ്മഹൽ കാണാടി. ഗോവ കാണാടി, അവിടെ ബീച്ചിലൊന്ന് കറങ്ങാടി. ഒരുങ്ങി വന്നാൽ നമുക്ക് ഓളിഞ്ച ചുറ്റാടി. അയ്യോ, ടൂറ് പോയാലേ എന്റെ അച്ഛൻ കേസ് കൊടുക്കും. ഞാൻ കിട്ടുന്ന പെണ്ണിനെ കൊണ്ട് ടൂർ പോകുന്നവര് നിന്റെ അച്ഛൻ എന്തിനാ കേസ് കൊടുക്കുന്നത്? ഇതിന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. പോലീസുകാർ ബ്രോക്കറെ, ഈ 1 എത്രയാണ്? 2 എന്നാലേ ഈ 2 എനിക്ക് ഇപ്പൊ അറിയണം. കല്യാണം കഴിഞ്ഞ് ഞാൻ ഈ പെണ്ണിനെ കൊണ്ട് ടൂറ് പോകുന്നതിന് ഈ പോലീസുകാരൻ എന്തിനാ കേസ് കൊടുക്കുന്നത്? പോലെ പോലീസുകാരൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞത് അസത്യമാണ്. അസത്യം. ആര് പറഞ്ഞത് അസത്യമാണെന്ന്? ആ സത്യം ഞാൻ തുറന്നു പറയാം. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ രസതന്ത്രം പഠിപ്പിക്കുന്ന സാറിന്റെ കൂടെ ഒരു രസത്തിന് ടൂറ് പോയപ്പോഴും, മത്തായി ചേട്ടന്റെ കൂടെ ഒരാഴ്ച മൈസൂർ ടൂറ് പോയപ്പോഴും, പിന്നെ കനകാന്തര ചേട്ടന്റെ കൂടെ കൊടൈക്കനാലിൽ ടൂറ് പോയപ്പോഴും ഈ അച്ഛൻ കേസ് കൊടുത്താണ് വിളിച്ചോണ്ട് വന്നത്. ഈ കല്യാണം നടന്നാൽ എന്താ കുഴപ്പമൊന്നും? അത് ശരി, ഇത്രയും പേര് കൂടെ ഒളിച്ചോടി പോയ പെണ്ണെ എന്റെ മോന്റെ തല കെട്ടിവെക്കാനല്ലേ പാവം? നിർത്ത്. ഇത്രയും അനുഭവ സമ്പത്തുള്ള ഈ തരുണിമണിയെ കെട്ടിയാൽ എന്താ കുഴപ്പം? സാധ്യമല്ല. എടോ കോന്തൻ രാജാവേ, തന്റെ ഈ നിൽക്കുന്ന മകനുണ്ടല്ലോ പെൺകോന്തൻ, അവൻ ഈ നാട്ടിലെ മുഴുവൻ പൊമ്പിള്ളേരും പുറകെ നടന്ന് അടി കൊണ്ടിട്ടുള്ളവനല്ലേടോ. അതുകൊണ്ട് ഇവന് ചേരുന്ന പെണ്ണ് ഇവള് തന്നെ. അതുകൊണ്ട് മകനെ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ പെൺകുട്ടിയെ നിനക്ക് കിട്ടിയത് നിന്റെ സൗഭാഗ്യമാണ്. സൗഭാഗ്യം. അതെ, കാർത്തിക ശിരോമണി, ഇവളെ കിട്ടിയാൽ നമ്മുടെ പുത്രന് എന്ത് സൗഭാഗ്യമാണ് കൈവരുന്നത്? പറഞ്ഞു തരാം. നമ്മളൊരു മാർജിൻ ഫ്രീ ഷോപ്പിൽ കയറി ഒരു പേസ്റ്റ് വാങ്ങിയാൽ ഒരു ബ്രഷ് ഫ്രീ, അപ്പോൾ ഒരു ബ്രഷ് വാങ്ങിയാൽ ഒരു സെറ്റ് പല്ല് ഫ്രീ. അതുപോലെ ഈ പെണ്ണിനെ കിട്ടിയാൽ നിനക്കുമുണ്ട് ഒരു കൊച്ചു ഫ്രീ. എനിക്ക് കൊച്ചു ഫ്രീ ഒന്നും പോരാ, എനിക്കൊരു വലിയ ഫ്രീ വേണ്ട. ഈ പെണ്ണിനെ കെട്ടിയ ഇവക്കടെ 4 വയസ്സുള്ള ഒരു മുഴുത്ത കൊച്ചിനെ നിനക്ക് ഫ്രീ. അതെ, ഒരു മാർജിൻ ഫ്രീ കുട്ടി ഫ്രീ. നാം സന്തുഷ്ടനായി. നമ്മുടെ കുലമഹിമയ്ക്ക് ചേർന്ന പുത്രവധുവിനെ കിട്ടിയതിൽ നാം സന്തുഷ്ടനായിരിക്കുന്നു. ആരുടെ കൊട്ടാരം നർത്തകിമാർ വരട്ടെ, വാദ്യഘോഷങ്ങൾ മുഴങ്ങട്ടെ, വിവാഹം സമങ്ങളും കൊണ്ടാടട്ടെ. അതെ, നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ കല്യാണം അടിച്ച് പൊളിക്കാം.